So next is module 3 remaining portion, that is T-beams. T-beams in the terminology and analysis. So design syllabus parayunnilla. Okay, so we will see the analysis of T-beams and T-beams in general. So T-beams are basically flanged beams. Okay, flanged beams in vechal when there is a reinforced concrete slab over a reinforced concrete beam. അതായത് സ്ലാബും ബീമും ആയിട്ട് വരുന്ന ആ ഒരു പോർഷനിൽ, ആ ഒരു സ്ലാബ് ബീം ആ ജംഗ്ഷനിൽ, so in such cases we can design the beam such that they act together. രണ്ടും അതായത് സ്ലാബും ബീമും ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ഡിസൈൻ ചെയ്യും. So such beams are known as flanged beams. Okay, so when there is a reinforced concrete slab over a reinforced concrete beam, the slab and the beam can be designed and constructed in such a way that they act together. Okay, like this. Idoru slab aanu and this is a beam. So here we can consider this as it is acting as a single unit. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ സച്ച് ബീംസ്, അപ്പോൾ ഇതിനൊരു ടി ഷേപ്പ് ബീംസ് ആയിട്ട് അല്ലെങ്കിൽ എൽ ഷേപ്പ് ബീംസ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിൽ എൽ ഷേപ്ഡ് ബീംസ്, ഈ ഒരു എൻഡ് പോർഷനിലാണെങ്കിൽ സ്ലാബ് ഒരു സൈഡിലേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എൽ ഷേപ്പ് ബീമായിട്ടും ആൻഡ് രണ്ട് സൈഡിലും സ്ലാബ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ബീമിനെ നമുക്ക് ടി ബീംസ് ആയിട്ടും ഡിസൈൻ ചെയ്യാം. The concrete in slab which is on the compression side of the beam can be made to resist the compression forces and tension can be carried by steel in tension side. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടി ബീം ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ മേളിൽ, അതായത് ടോപ്പ് പോർഷൻ സ്ലാബാണ്. ഓക്കെ, സോ സ്ലാബ് പോർഷനിൽ കംപ്രഷനും ടെൻഷൻ ഈ ബീമിലും ആയിരിക്കും എടുക്കുക. ഓക്കെ, സോ ഈ കംപ്രഷൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് കംപ്രഷനും എടുക്കും ആൻഡ് നമ്മൾ ഈ ടെൻഷൻ സൈഡിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും, വിച്ച് വിൽ ടേക്ക് അപ്പ് ദി ടെൻസൈൽ സ്ട്രെസ്സസ്. സോ ദീസ് combined beam and slab units are called flanged beams and the examples are T-beam and L-beam. Okay, T-beam എന്ന് വെച്ചാൽ slab on both side of the beam and L-beam slab on one side of the beam. T-beamil രണ്ട് സൈഡിലും സ്ലാബ് ഉണ്ടാകും. ഓക്കെ, ഇതുപോലെ രണ്ട് സൈഡിലും സ്ലാബ് ഉണ്ടാകും. വേറാസ് എൽ ബീമിൽ ഒരു സൈഡിൽ മാത്രമേ സ്ലാബ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ സച്ച് ബീംസ് ആർ നോൺ ആസ് ഫ്ലാൻജ്ഡ് ബീംസ്. സോ ഫ്ലാൻജ്ഡ് ബീംസിൽ തന്നെ ടി ബീംസ് ആണ് നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ടി ബീം. ഓക്കെ, നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെയാണ് ടി ബീം കാണുക. ഓക്കെ, അഗെയിൻ അപ്പോൾ ഇതൊരു സ്ലാബായിട്ട് നമ്മളിപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ടി ബീമിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് സ്ലാബ് ഇതുപോലെ സ്ലാബും പോകും, അതായത് ഇത് രണ്ട് ഡയറക്ഷനിലേക്കുള്ള സ്ലാബാണ് ആൻഡ് ഇതിൻ്റെ ബിറ്റ്വീനിലായിട്ട് വി ഹാവ് എ ടി ബീം. ഓക്കെ, ബീം. സോ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് കൺസിഡർ ഇറ്റ് ആസ് എ ടി ബീം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ടി ബീമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യും. ഓക്കെ, സച്ച് ദാറ്റ് ഈ ഒരു ടോപ്പ് പോർഷൻ കംപ്രഷനും എടുക്കും ആൻഡ് ബോട്ടം പോർഷൻ ടെൻഷനും എടുക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ നമ്മൾ ഈ ഒരു ടി ബീം എടുക്കാൻ നേരത്ത് വി ക്യാൻ സി നമ്മൾ ബോട്ടത്തിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ സ്ലാബിൽ അഗെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കാണും. ഓക്കെ, സ്ലാബിൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കാണും. അപ്പോൾ ഈ സ്ലാബിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റും നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, സ്ലാബിൽ അപ്പോൾ ഇങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഈ ഒരു ടി ബീമിലും നമുക്ക് കാണാം. ഓക്കെ, സോ ടി ബീമിൽ ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റും കൂടെ നമ്മൾ കാണിക്കണം. സോ ദറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കാണും, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കാണും. അതുകൂടാതെ ഒരു നോർമൽ ബീമിൽ സ്റ്റിറപ്സ് ആൻഡ് ഹാങ്ങർ ബാർസ് കാണും. സോ ഇതും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇതിൽ കമ്പോണൻസ് പറയാൻ നേരത്ത് കംപ്രഷൻ ഫ്ലാഞ്ച് കാണും, ദെൻ ടെൻഷൻ സ്റ്റീൽ, ട്രാൻസ്വേഴ്സ് സ്റ്റീൽ ആൻഡ് സ്റ്റിറപ്പ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു ടി ബീം ആണെങ്കിൽ ഈ ടി ബീമിന് നമുക്ക് രണ്ടായിട്ട്, ഓക്കെ, അതായത് ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഏതെങ്കിലും ഒരു പോർഷനിലായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരിക. ഓക്കെ, ഈ ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ച് പോർഷനിലും വരാം. അപ്പോൾ ഇതാണ് ഫ്ലാഞ്ച്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു പോർഷൻ നമ്മൾ ഫ്ലാഞ്ച് എന്നും ഈ ഒരു പോർഷനെ വെബ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, സോ ഫ്ലാഞ്ച് ആൻഡ് വെബ്. സോ ഇതിൽ ഈ ഒരു കേസിൽ
ഈ ഒരു ഫ്ലാഞ്ച് ദറ്റ് ഈസ് കംപ്രഷൻ, ഈ ഫ്ലാഞ്ച് വിൽ ടേക്ക് അപ്പ് ന്യൂട്രൽ ആക്സസ് ഒന്നെങ്കിൽ ഈ ഫ്ലാഞ്ചിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വെബിലായിരിക്കും. ഓക്കെ, അഗൈൻ ഈ ഒരു വെബിലാണ്, അതായത് ന്യൂട്രൽ ആക്സസ് പോർഷനിൽ എന്തായിരിക്കും, ദ കംപ്രഷനും ടെൻഷനും ഒന്നും ഉണ്ടാകത്തില്ല, ദാറ്റ് വിൽ ബി 0. ഓക്കെ, ആൻഡ് എബവ് ദ ന്യൂട്രൽ ആക്സസ് കംപ്രഷൻ ആൻഡ് ബിലോ ദ ന്യൂട്രൽ ആക്സസ് ടെൻഷൻ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ we know how that beam is going to bend. ഓക്കെ, അപ്പോൾ ടോപ്പിൽ കംപ്രഷൻ ആൻഡ് ബോട്ടത്തിൽ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ, ഈ ബീം നമ്മളിങ്ങനെ കട്ട് ചെയ്തൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, സോ ടി ബീം ആണെങ്കിൽ ഇത് ടി സെക്ഷൻ ഇങ്ങനെയായിരിക്കും ഈ ടി സെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ടി സെക്ഷനിൽ ഓക്കെ ന്യൂട്രൽ ആക്സസ് ഇങ്ങനെ പോവും, റൈറ്റ്. സോ ന്യൂട്രൽ ആക്സസ് വിൽ ബി ലൈക്ക് ദിസ്. ന്യൂട്രൽ ആക്സസിൻ്റെ ടോപ്പ് പോർഷനിൽ കംപ്രഷൻ, ബോട്ടം പോർഷനിൽ ടെൻഷൻ. So ഇതാണ് compression side, and so here in tension side we provide the tension reinforcement. Okay, so that is the next component. Then transverse steel. അപ്പോൾ ഈ transverse steel എന്ന് വെച്ചാൽ ആക്ച്വലി ഇതൊരു സ്ലാബിൻ്റെ പോർഷനാണ്, റൈറ്റ്. ഇങ്ങനെ ഒരു സ്ലാബ് പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്ലാബിലും ഇങ്ങനെ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. Okay, so this is actually the transverse reinforcement. Again, so that is transverse steel, and then we have the stirrups. Okay, stirrups ഉണ്ടാകും. സ്റ്റിറപ്സ് നമ്മൾ നോർമലി ബീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഇവിടെയും ബീമിൻ്റെ സെക്ഷനിൽ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യും ടു ടേക്ക് അപ്പ് ദി ഷിയർ, ആൻഡ് ഈ സ്റ്റിറപ്സ് ഹോൾഡ് ചെയ്യാനായിട്ട് ഹാങ്ങർ ബാർസും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ വി പ്രൊവൈഡ് ഹാങ്ങർ ബാർസ്. So these are the components. One is this compression, then tension steel, then transverse steel of the slab, and the stirrups and hanger bars. Again, നമുക്കിനി എഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു ടി ബീം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ സ്ലാബ് ആൻഡ് എ ബീം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്ച്വൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ ദിസ് വിൽ ബി ദ ആക്ച്വൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് ബീം. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ നമ്മളൊരു അസ്യൂം ചെയ്യുന്ന ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ഇതിന് എഫക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു അസ്യൂംഡ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇത്രയാണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദി അസ്യൂംഡ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദിസ് ഈസ് ദി ആക്ച്വൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു അസ്യൂംഡ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ഒരു ലെങ്ത്തിനെയാണ്, ഓക്കെ, അപ്പോൾ ആ ഒരു ലെങ്ത് വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ദാറ്റ് ലെങ്ത് ഈസ് നോൺ ആസ് വിഡ്ത്ത്, എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, ബി എഫക്റ്റീവ്. So that is B effective or effective width of flange. Again ഈ ഒരു ആക്ച്വൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്തിനെ ആക്ച്വൽ വിഡ്ത്ത് എന്നും പറയും. ഓക്കെ, so the effective width of flange is the actual width of a flange is the spacing of the beam which is same as the distance between the middle points of the adjacent spans of a slab. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ലാബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സ്ലാബ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലാബ്, അതായത് ഈ ഒരു ബീമിൻ്റെ ദിസ് ഈസ് ദ ബീം, ഇവിടെ ഇതാണ് ഇങ്ങനെ ബീമായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബീം. ഇപ്പോൾ ഈ ഒരു പോർഷൻ, ഇവിടം വരെയുള്ള പോർഷൻ സ്ലാബാണ്. ഓക്കെ, ഹിയർ ഓൾസോ ഇറ്റ് ഇസ് സ്ലാബ്. പക്ഷേ നമ്മളിത് ടി ബീമായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റീവ്, ഓക്കെ, ആക്ച്വൽ ഒരു വിഡ്ത്തും ഉണ്ട്, എഫക്റ്റീവ് വിഡ്ത്തും ഉണ്ട്. ഓക്കെ, സോ എഫക്റ്റീവ് വിഡ്ത്തായിട്ട്, അതായത് നമ്മളതൊരു ഇമാജിനറി ആണ്. ആക്ച്വൽ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ദിസ് ഇസ് ദ ആക്ച്വൽ വിഡ്ത്ത്. പക്ഷേ നമ്മൾ എഫക്റ്റീവായിട്ട് ഫോർ ഡിസൈൻ ആൻഡ് അനാലിസിസ് നമ്മൾ എഫക്റ്റീവായിട്ടൊരു തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു വിഡ്ത്താണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് BF, ദാറ്റ് ഈസ് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, സോ ഈ ഒരു ആക്ച്വൽ വിഡ്ത്ത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു ഇപ്പോൾ രണ്ട് ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ടി ബീം ആണെങ്കിൽ, ഇപ്പോൾ രണ്ട് ടി ബീംസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടി ബീംസിൻ്റെയും സ്പേസിങ്, ഓക്കെ, ഇതിൻ്റെ ഈ രണ്ട് ടീയുടെ ഈ ബീമിൻ്റെ സ്പേസിംഗ് എന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, ഈ ഒരു സ്പേസിങ് തന്നെയായിരിക്കും ഇതിൻ്റെ ആക്ച്വൽ വിഡ്ത്ത്. ഈ ടി ബീമിൻ്റെ ആക്ച്വൽ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു
the spacing of the beams. Okay, so actual width is equal to spacing of the beams. പക്ഷേ നമ്മൾ അനാലിസിസിനും ഡിസൈനിനും വേണ്ടിയിട്ട് what we are doing is we are taking a theoretical width. Okay, അതായത് ആക്ച്വൽ വിത്തിനേക്കാളും ഒരു ലെസ്സർ വാല്യൂ ആണ് നമ്മൾ തിയററ്റിക്കലായിട്ട് കൊടുക്കുന്നത്. അതായത് വി ആർ അസ്യൂമിങ് ദാറ്റ് ആ ഒരു അങ്ങനെയായിരിക്കും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അത്രയും എഫക്റ്റീവ് ആകുന്നത് ആ ഒരു പോർഷനിൽ മാത്രമായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ഈ ഒരു ആക്ച്വൽ വിഡ്ത്ത് അല്ല എടുക്കുന്നത്. വി ആർ ടേക്കിംഗ് എ ലെസ്സർ വിഡ്ത്ത് ലെസ്സർ ദാൻ ദിസ് ആക്ച്വൽ വിഡ്ത്ത് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ effective width of flange BF. Okay, so that is what is shown here. The actual width of a flange is the spacing of the beam, which is same as the distance between middle points. അതായത് രണ്ട് adjacent slabsന്റെ middle points ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് ഒരു ഫ്ലാഞ്ച്ഡ് ബീമിൻ്റെ കേസിൽ ഈ വിഡ്ത്ത് ലെസ് ദാൻ ദി ആക്ച്വൽ വിഡ്ത്ത് ഇസ് എഫക്റ്റീവ് ടു ബി കൺസിഡർ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അനാലിസിസിന് ഈ ആക്ച്വൽ വിഡ്ത്തിനേക്കാളും കുറഞ്ഞൊരു വിഡ്ത്ത് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഈ വിഡ്ത്തിനെയാണ് എഫക്റ്റീവ് വിഡ്ത്ത് എന്ന് പറയുന്നത്. Okay, and it is actually a convenient hypothetical width of flange. Hypothetical എന്ന് വെച്ചാൽ it is an imaginary width. Okay, over which the compressive stress, അത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ഇമാജിനറി അല്ലെങ്കിൽ തിയററ്റിക്കൽ വിഡ്ത്ത് ആണ്. ആൻഡ് ഈ ഒരു പോർഷനിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് the compressive stress is uniform. Okay, even though it is not uniform in actual case, we are assuming that it is uniform. ആ ഒരു വിഡ്ത്താണ് എഫക്റ്റീവ് വിഡ്ത്ത്. ഇഫക്റ്റീവ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ടി ബീംസിലും എൽ ബീംസിലും അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ബീംസിലും എഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് IS കോഡ് 456 പറയുന്നുണ്ട്. ക്ലോസ് 23.1.2 പേജ് 37. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വാല്യൂ മാത്രം മതി. അതായത് ടി ബീംസിൻ്റെ കേസ് മാത്രമാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. സോ ടി ബീംസിൻ്റെ ഇഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു L0 by 6 plus BW plus 6 DF. ഓക്കെ, ഇതിൽ L0 എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഇഫക്റ്റീവ് സ്പാൻ. ഇഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ ബീമിൻ്റെ ഇഫക്റ്റീവ് സ്പാൻ ആണ് L0. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നരുത്. അതായത് അപ്പോൾ ഇങ്ങനെയൊരു ടി ബീമുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ദ ക്രോസ് സെക്ഷൻ. ഓക്കെ, ശരിക്കും ബീം എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ ഇതൊരു ടി ബീം ആണെങ്കിൽ സോ ദിസ് ഈസ് ആക്ച്വലി ദ എഫക്റ്റീവ് ലെങ്ത്. ഇതാണ് എഫക്റ്റീവ് ലെങ്ത്. ഈ ഒരു ബീമിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഇവിടെ മുതൽ ഈ ഒരു പോർഷനാണ് ഈ ബീമിൻ്റെ ലെങ്ത്. ഓക്കെ, അഗെയിൻ രണ്ട് അഡ്ജസൻറ്റ് ബീം അല്ലെങ്കിൽ രണ്ട് അഡ്ജസൻറ്റ് സ്ലാബ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ആണ് ലെങ്ത് എന്ന് കൺസിഡർ ചെയ്യല്. ദിസ് ഈസ് ആക്ച്വലി ദ സ്പേസിംഗ് ഓഫ് ടു ബീംസ്. രണ്ട് ബീംസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ബീമിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഓക്കെ ദറ്റ് ഇസ് ദിസ് പെർട്ടിക്കുലർ ബീം ഇസ് ദിസ് മച്ച് മീറ്റേഴ്സ് ലോങ്. അപ്പോൾ ഈ ബീമിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ് എടുക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഓൺലി ദ സെക്ഷൻ. ടി എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനാണ്. അതായത് നമ്മളിങ്ങനെ ഒരു ബീം എടുക്കുക, ആ ബീമിനെ കട്ട് ചെയ്യുക. ഓക്കെ, സോ ഒരു ബീം എടുക്കുക, ആ ബീമിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ റെക്റ്റാങ്കിൾ ബീം എന്ന് വെച്ചാൽ എന്താ, ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ റെക്റ്റാങ്കുലാർ ബീം. ഓക്കെ, ആൻഡ് ഇതാണ് അതിൻ്റെ ലെങ്ത്ത്, റൈറ്റ്, റെക്റ്റാങ്കുലാർ ബീമിൻ്റെ കേസിൽ. അഗെയിൻ ടി ബീം എന്ന് പറയുമ്പോഴത്തേക്ക് ടി ബീം എന്ന് വെച്ചാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഷേപ്പാണ് ടി. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ടി ബീം, ഇതിങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബീം. സോ ഈ ഒരു ബീമിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ഈ ഒരു ലെങ്ത്ത്, ഇതാണ് ലെങ്ത്ത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ക്രോസ് സെക്ഷനാണ്, അതായത് ഈ ഒരു ബീം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടി ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ക്രോസ് സെക്ഷൻ ഷേപ്പ് വെച്ചിട്ടാണ് ടി ബീമാണോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബീമാണോ അത് അങ്ങനെ പറയുന്നത്. ഓക്കെ, ടി ഷേപ്പ് ആണെങ്കിൽ ടി ബീംസ്, അഗെയിൻ എൽ ഷേപ്പ് ആണെങ്കിൽ ഇങ്ങനെ എൽ ഷേപ്പ് ആണെങ്കിൽ എൽ ബീംസ്. അപ്പോൾ അങ്ങനെ ഈ ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? സോ അപ്പോൾ L0 എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദാറ്റ് ബീം, ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ ബീം, ആൻഡ് 6 പ്ലസ് BW. ഓക്കെ, BW എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദി വെബ്. ഇപ്പോൾ ഇങ്ങനെ ടി സെക്ഷൻ ആണെങ്കിൽ ഒരു ടി ബീം ആണെങ്കിൽ ഇത് BF. ഓക്കെ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് BF.
ബി എഫ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ലെങ്ത് ബൈ 6. ഓക്കെ, അതായത് ലെങ്ത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആണ്. അപ്പോൾ ഈ ലെങ്ത് ബൈ 6 പ്ലസ് ബി ഡബ്ല്യു എന്ന് വെച്ചാൽ ഈ വെബിൻ്റെ വിഡ്ത്ത്. ഓക്കെ, സോ ഇതാണ് ബി എഫ്, ഇതാണ് ബി ഡബ്ല്യു. ഓക്കെ, അഗെയിൻ പ്ലസ് 6 ഡി എഫ്. ഡി എഫ് എന്ന് പറഞ്ഞാൽ ദ ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്, അതായത് ഈ ഒരു പോർഷനാണ് ഡി എഫ്. ഓക്കെ, ഡി എഫ് ഈസ് ദി ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഒരു ടിപ്പിക്കൽ ബീം സെക്ഷൻ, ടി ബീം സെക്ഷൻ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സി ദിസ് ഇസ് എ ബീം. ഇത് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്, ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി വെബ്. രണ്ട് പോർഷനുണ്ട്, ഫ്ലാഞ്ചും അതുപോലെ വെബും. ഓക്കെ, വെബിൻ്റെ വിഡ്ത്ത് ആൻഡ് ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ദെൻ ഡി എഫ് എന്ന് വെച്ചാൽ ഈ ഫ്ലാഞ്ചിൻ്റെ ഡെപ്ത്. ഓക്കെ, ടോട്ടൽ ഡെപ്ത് എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്ട്രീം എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്, ഔട്ടർ എൻഡ്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഓക്കെ, സോ യു ക്യാൻ സി ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് തുടങ്ങി, ഫ്ലാഞ്ചിൻ്റെ എൻഡ് തുടങ്ങി വെബിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഡെപ്ത് ആണ് ക്യാപിറ്റൽ ഡി. ആൻഡ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ചാൽ എവിടം വരെയാണോ ഈ ഒരു ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ആ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓക്കെ ഈ ബാറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഫ്ലാഞ്ചിൻ്റെ എക്സ്ട്രീം എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ദറ്റ് ഈസ് ടോട്ടൽ ഡെപ്ത് മൈനസ് ദിസ് ഇഫക്റ്റീവ് കവർ. ഓക്കെ, അഗെയിൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരുന്നു, അതായത് ഒരു റെക്റ്റാങ്കുലർ ബീമിൽ എങ്ങനെയാണ് സ്ട്രെസ് ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രെയിൻ ഡയഗ്രാംസ് വരയ്ക്കുന്നതെന്ന്. ഓക്കെ, സ്ട്രെസ് ബ്ലോക്ക് ആൻഡ് സ്ട്രെയിൻ ബ്ലോക്ക് ഡയഗ്രാംസ്. സോ സിമിലർലി തന്നെയാണ്, അതായത് സെയിം ആയിട്ട് തന്നെയാണ് ടി ബീമിലും ഉള്ള സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ്. ഓക്കെ, അതായത് ഈ ടോപ്പിൽ ദറ്റ് വിൽ ബി 0.45 FCK. ഓക്കെ, ദറ്റ് ഈസ് ദ കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ബോട്ടത്തിൽ ടെൻഷൻ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് 0.87 FY. ഓക്കെ, ആൻഡ് ഈ ഒരു ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ XU. ഓക്കെ, സിമിലർലി സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? സോ ഏറ്റവും എക്സ്ട്രീം കംപ്രസീവ് ഫൈബറിലുള്ള കോൺക്രീറ്റിൻ്റെ സ്ട്രെയിൻ എന്ന് വെച്ചാൽ 0.0035. ഓക്കെ, ആൻഡ് ഈ ഒരു ടെൻഷൻ സൈഡിലുള്ള കംപ്രസീവ് ടെൻസൈൽ സ്ട്രെയിൻ ഈ എപ്സിലോൺ ST is equal to 0.87 FY plus 0.002. ഓക്കെ, അതായത് സിമിലർ ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ് ആണ് റെക്റ്റാങ്കുലർ ബീംസിൽ ഉള്ള സെയിം സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ് ആണ് ടി ബീംസിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ ദ ന്യൂട്രൽ ആക്സിസ് ഓഫ് എ ഫ്ലാഞ്ച്ഡ് ബീം മേ ബി എയ്തർ ഇൻ ഫ്ലാഞ്ച് ഓർ ഇൻ വെബ് ഡിപ്പെൻഡിങ് അപ്പോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂട്രൽ ആക്സിസ് എപ്പോഴും വെബിലാണെന്ന് പറയാൻ പറ്റില്ല. ദറ്റ് മേ ബി ഇൻ ദി വെബ് ഓർ ഫ്ലാഞ്ച്. ഓക്കെ, ഫ്ലാഞ്ചിലായിരിക്കാം, വെബിലായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസിൽ സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്, അത് ആ ഒരു ഫ്ലാഞ്ചിലാണോ വെബിലാണോ എന്ന് അറിയണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദി ഇഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് വെബ്. ഈ വാല്യൂസൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എവിടെയാണ് ലൊക്കേഷൻ എന്ന്, ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അഗെയിൻ ഇഫ് ന്യൂട്രൽ ആക്സിസ് ഈസ് ഇൻ ദ ഫ്ലാഞ്ച്, ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിലാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഈ ന്യൂട്രൽ ആക്സിസ് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇൻ കേസ് ഇഫ് ദിസ് ഇസ് ഗോയിങ് ത്രൂ ഫ്ലാഞ്ച്, അപ്പോൾ ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് എത്രയാണ്? XU അല്ലേ, XU ആണ് ഡെപ്ത്. ആൻഡ് ഈ ഒരു ഡെപ്ത് DF. ഓക്കെ, സോ XU ലെസ് ദാൻ DF ആയിരിക്കുമല്ലോ. ഓക്കെ, സോ if neutral axis is in flange, the flange beam may be considered as a rectangular beam. അപ്പോൾ നമ്മൾ such cases we are considering it as a rectangular beam. അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെക്റ്റാങ്കുലർ ബീം ആയിട്ടായിരിക്കും അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആദ്യം XU കാൽക്കുലേറ്റ് ചെയ്യുക. XU ഈ ഫ്ലാഞ്ചിൻ്റെ ഡെപ്തിനേക്കാളും ലെസ്സർ ആണെങ്കിൽ, ഓക്കെ, ഇങ്ങനെയുള്ള ബീംസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? റെക്റ്റാങ്കുലർ ബീമായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും നമ്മൾ എങ്ങനെയാണോ റെക്റ്റാങ്കുലർ ബീംസിൻ്റെ കാര്യങ്ങൾ പഠിച്ചത്, ഓക്കെ, സെയിം തന്നെയായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിലാണെങ്കിൽ ബീം മേ ബി കൺസിഡർഡ് ആസ് എ റെക്റ്റാങ്കുലർ ബീം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ ബീമിന് യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻസ് ആയിരിക്കും ഇവിടെയും യൂസ് ചെയ്യുന്നത്. അഗെയിൻ ന്യൂട്രൽ ആക്സിസ് വെബ് പോർഷനിലാണെങ്കിൽ, ഓക്കെ, അതായത് ഈ ഒരു കേസ് വെബ് പോർഷനിലാണെങ്കിൽ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താ? XU ഈസ്
എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ ഡി എഫ്. ഓക്കെ, ഇതാണ് എക്സ് യു ആൻഡ് ഇതാണ് ഡി എഫ്. ഓക്കെ, സോ ഹിയർ എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ ഡി എഫ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ ഓക്കെ ദ കംപ്രഷൻ ഇസ് ടേക്ക് ഓൺ ബൈ ഫ്ലാഞ്ച് ആൻഡ് പാർട്ട് ഓഫ് ദി വെബ്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ ഇവിടെ എങ്ങനെയാണ് എടുക്കുക? സോ കംപ്രഷൻ സൈഡ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, റൈറ്റ്? അപ്പോൾ ഈ കംപ്രഷൻ എടുക്കുന്നത് സ്ലാബും അതുപോലെ തന്നെ ഈ ഒരു വെബ് പോർഷൻ, ഫ്ലാഞ്ച് പോർഷനും വെബ് പോർഷനും കൂടി ആയിരിക്കും കംപ്രഷൻ എടുക്കുക. ഓക്കെ, അഗെയിൻ ഡിറ്റർമിനേഷൻ, അഗെയിൻ നമുക്ക് ഈ ഒരു എച്ച് ഡെപ്ത് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, അതായത് ഈ 0.002, അതായത് ഈ ഒരു പോർഷൻ വരെ, ഈ ഒരു എച്ച് ഡെപ്ത് വരെ എന്തായിരിക്കും? സ്ട്രെസ്സ് യൂണിഫോം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പാരബോളിക് ആണ്. ഓക്കെ, അതായത് വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു എച്ച് ഡെപ്ത് വരെ ഇത് റെക്റ്റാങ്കുലർ പോർഷൻ, അതായത് ഈ 0.45 FCK ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഡെപ്തിൽ 0.45 FCK, ഇവിടെ 0.45 FCK. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡെപ്ത് വരെ 0.45 FCK ആയിരിക്കും. അതിനുശേഷം കുറയുകയാണ് വാല്യൂ. ഓക്കെ, കുറഞ്ഞ് ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ 0 ആകും. അപ്പോൾ ഈ ഒരു കംപ്രസീവ് സ്ട്രെസ്സ് യൂണിഫോം ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എച്ച്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡെപ്ത് എച്ചിൽ എത്രയാണ് സ്ട്രെയിൻ്റെ വാല്യൂ? 0.002. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡെപ്ത് എച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെപ്ത് എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, സോ എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ഈ ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയഗ്രാമിൽ 0.2002 ഇൻറ്റു ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് ആൻഡ് ഓക്കെ, അതായത് സിമിലർ ട്രയാങ്കിൾസ് എടുക്കുക. 0.0035 ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ രണ്ട് ഡിസ്റ്റൻസും കൺസിഡർ ചെയ്യുക. സോ 0.002 ഡിവൈഡഡ് ബൈ 0.0035 ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് യു മൈനസ് എച്ച് ബൈ എക്സ് യു. ഓക്കെ, അതായത് എക്സ് യു മൈനസ് എച്ച്, ദിസ് ഇസ് എക്സ് യു മൈനസ് എച്ച് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് 0.002ൻ്റെ ഓക്കെ 0.002ൻ്റെ ഈ ഒരു സിമിലർ ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ ഇതാണ് ഡിസ്റ്റൻസ്. സോ 0.002 ഡിവൈഡഡ് ബൈ എക്സ് യു മൈനസ് എച്ച്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് യു മൈനസ് എച്ച്. ഓക്കെ, സോ 0.002 ഡിവൈഡഡ് ബൈ എക്സ് യു മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു 0.0035 ഡിവൈഡഡ് ബൈ എക്സ് യു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. 0.002 divided by 0.0035 is equal to xu minus h by xu. Similar triangles. Okay, so ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് we get h by xu is equal to 0.43. Okay, h by xu. ഈ xu എന്ന് വെച്ചാൽ എന്താ? ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ് xu. നമുക്ക് h ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഗെയിൻ ഈ xuൻ്റെ വാല്യൂ ഓരോ ഡിഫറെൻറ്റ് കേസസിലും എത്രയാണെന്ന് നമുക്ക് അറിയാം. അതൊരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് FE 250 415 500ന് ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ കോഡിൽ നിന്നൊരു വാല്യൂ എടുക്കുന്നുണ്ട്. XU max by D is equal to 0.48 for FE 415 0.48. അങ്ങനെയാണെങ്കിൽ XU max എത്ര? 0.48 into D. ഓക്കെ, സോ 0.48 into D. അതേപോലെ 250ക്കാണെങ്കിൽ 0.53 into D, 500നാണെങ്കിൽ 0.46 into D. ഇത് IS കോഡിലും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു 3 കേസിലും നോക്കുക. ഓക്കെ, 3 കേസിലും എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. XUന് ഈ വാല്യൂ കൊടുക്കുക ആൻഡ് എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ എന്ത് വരും? എച്ചിൻ്റെ വാല്യൂ ഫസ്റ്റ് കേസിൽ 0.227, സെക്കൻഡ് കേസിൽ 0.205, തേർഡ് കേസിൽ 0.197. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? H is equal to 0.2D എന്ന് എടുക്കാം. ഓക്കെ, സോ വി ക്യാൻ ഒരു അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ റൈറ്റ് H by D is equal to 0.2. Okay, so the values of H are around 0.2D and the grades for all the grades of steel. So നമുക്ക് മാക്സിമം വാല്യൂ അഗെയിൻ ഈ എച്ചിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? DF ആയിരിക്കും. ഓക്കെ, ഈ എച്ചിൻ്റെ മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ ഈ ഒരു DF പോർഷൻ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ DF ബൈ നമുക്ക് ഈ എച്ചിന് പകരം എന്ത് എഴുതാം? DF by D എന്ന് എഴുതാം. ഓക്കെ, അഗെയിൻ അപ്പോൾ ഈ DF by D ഇഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ 0.2. ഓക്കെ, DF by D ലെസ് ദാൻ 0.2 എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് സ്മോളർ ആയിരിക്കും.
ഓക്കെ, അങ്ങനെ അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട്, അതായത് എക്സ് യുവും അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിസ് പൊസിഷനും അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ആൻഡ് ഈ ഒരു എഫക്റ്റീവ് ഡെപ്തും ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് വി ക്യാൻ have 3 different cases for the analysis of a T-beam. Okay, so 3 different cases on the first is neutral axis is within the flange. Second is neutral axis is below the flange and strain reaches 0.002 and strain is less than 0.002. Okay, അപ്പോൾ രണ്ട് കേസസിൽ ഒന്നിൽ ഫ്ലാഞ്ചിൽ കൂടെ വേറൊന്ന് വെബിൽ കൂടെ. അഗെയിൻ വെബിൽ കൂടെ പോകുന്ന കേസിൽ തന്നെ 2 കേസസ് ഉണ്ട്. അതാണ് നമ്മൾ കേസ് 2ഉം 3 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് കേസ് 1. ഓക്കെ, കേസ് 1 എന്ന് വെച്ചാൽ ഫ്ലാഞ്ചിൽ കൂടിയാണ് ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ന്യൂട്രൽ ആക്സിസിൻ്റെ പോർഷനിൽ എന്തായിരിക്കും? സ്ട്രെസ് 0 ആയിരിക്കും. ആൻഡ് ഇവിടെ ഈ ഒരു വാല്യൂ ഇതാണ് എച്ച്. ഓക്കെ, അഗെയിൻ ഇവിടെയാണ് ന്യൂട്രൽ ആക്സിസ്, ഈ ഒരു പോർഷനിൽ 0 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ ഡെപ്ത്, ഇത് ഇവിടെ ആയിരിക്കും ഡെപ്ത്. ഓക്കെ, കേസ് 2 ന്യൂട്രൽ ആക്സിസ് വിൽ ബി ഇൻ ദി വെബ് ആൻഡ് ഈ ഒരു ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഈ ഒരു പോയിന്റിലായിരിക്കും 0.002 വരുന്നത്. ഓക്കെ, അഗെയിൻ ഡി എഫ് ഗ്രേറ്റർ ദാൻ 0.002. ഈ 0.002നേക്കാളും ഗ്രേറ്റർ ആണ് ഡി എഫ് എങ്കിൽ അതാണ് തേർഡ് കേസ്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ഓരോ കേസിലും എങ്ങനെയാണ് ടി ബീം അനാലിസിസ് ആൻഡ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഇതേപോലെ തന്നെ, അതായത് ഓരോ കേസസും IS കോഡ് IS 456 Annex Gയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഡി എഫ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും. റൈറ്റ്, അഗെയിൻ നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഡി എഫിനേക്കാളും എബവ് ആണോ ബിലോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഡി എഫ്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എക്സ് യു കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് യു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് യു ഇവിടെയാണോ അല്ലെങ്കിൽ ഫ്ലാഞ്ചിലാണോ വെബിലാണോ എന്ന് അറിയുക. ഓക്കെ, അതനുസരിച്ച് ഏത് കേസാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അതായത് എക്സ് യു നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ് യു വാല്യൂ ഡി എഫിനേക്കാളും കുറവാണെങ്കിൽ കേസ് 1, അതായത് ഫ്ലാഞ്ചിലായിരിക്കും. ഓക്കെ, ഡി എഫിനേക്കാളും കൂടുതലാണെങ്കിൽ ഏതായിരിക്കും? കേസ് 2 ഓർ കേസ് 3. ക്ലിയർ? സോ ആദ്യം എക്സ് യു കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണ് ഇതെന്ന് വെച്ചാൽ എം യുൻ്റെ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി, ഓക്കെ, നമുക്ക് അതായത് ഒരു റെക്റ്റാങ്കുലർ ബീമിൽ നമ്മൾ എം യു വാല്യൂ എടുക്കുന്ന, അതായത് എക്സ് യു കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഇക്വേഷനാണിത്, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അഗെയിൻ കേസ് 1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ എക്സ് യു വിൽ ബി ലെസ് ദാൻ ഡി എഫ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റെക്റ്റാങ്കുലർ ബീമായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് Annex Gയിൽ G.2.1 ക്ലോസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് റെക്റ്റാങ്കുലർ ബീമിൻ്റെ സെയിം ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അഗെയിൻ എക്സ് ഗ്രേറ്റർ ദാൻ ഡി എഫ്, എക്സ് ഡി എഫിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഇൻ സച്ച് കേസ് ഒന്നെങ്കിൽ കേസ് 2 ആയിരിക്കാം അല്ലെങ്കിൽ കേസ് 3 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കേസ് 2 ആണോ കേസ് 3 ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഓക്കെ, അപ്പോൾ അതിനാണ് ഒരു സെക്കൻഡ് കേസ് ഇവിടെയുണ്ട്. ദറ്റ് ഈസ് ഡി എഫ് ലെസ് ദാൻ 0.02D ഓർ ഡി എഫ് ഗ്രേറ്റർ ദാൻ 0.02D. ഓക്കെ, സോ ഡി എഫ് ലെസ് ദാൻ 0.02D ആണെങ്കിൽ കേസ് 2 ആണ്. ഓക്കെ, ഡി എഫ് ഇസ് ലെസ് ദാൻ 0.02D ആണെങ്കിൽ ദറ്റ് ഈസ് കേസ് 2, ദറ്റ് ഈസ് G.2.2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനെക്സ് ജിയിൽ നമ്മൾക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മളുടെ ടി ബി. ഓക്കെ, അപ്പോൾ ഇതിനെ 2 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതൊരു റെക്റ്റാങ്കുലർ പോർഷനായിട്ട് കൺസിഡർ ചെയ്യും ആൻഡ് ഇത് രണ്ടും സെപ്പറേറ്റ് സ്ലാബ് പോർഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്, ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സെക്ഷൻ 1, ഇത് സെക്ഷൻ 2 ആണെങ്കിൽ MU1 + MU2.
അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ മൊമെൻറ്റ് MU. ഓക്കെ, സോ ടോട്ടൽ മൊമെൻറ്റ് MU എന്ന് വെച്ചാൽ ഇത് MU1. MU1 എന്ന് വെച്ചാൽ സാധാരണ റെക്റ്റാങ്കുലാറിൻ്റെ കേസിലുള്ള ആ സെയിം ഇക്വേഷനാണ് MU1. ഓക്കെ, ഇത് നമ്മളൊരു റെക്റ്റാങ്കുലാർ ബീമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടേം എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിലെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ടേമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ അങ്ങനെ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ആൻഡ് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഈ ഇക്വേഷൻസ് ഇസ് ഡയറക്ട്ലി ഗിവൺ ഇൻ യുവർ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് കേസാണെന്ന് ചെക്ക് ചെയ്യുക, അതായത് DF കാൽക്കുലേറ്റ് ചെയ്യുക, XU കാൽക്കുലേറ്റ് ചെയ്യുക, ഏത് കേസാണെന്ന് നോക്കുക. ഓരോ കേസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കോഡിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഓരോ വാല്യൂസും കണ്ടുപിടിക്കണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ഇപ്പോൾ ഓരോ വാല്യൂസ് എന്ന് വെച്ചാൽ 0.36 XU/D. XU എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷനാണ്, D എന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡെപ്ത്, FCK ഏത് ഗ്രേഡ് ആണ് തന്നിരിക്കുന്നത് അത്, BW വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദി വെബ്, BW, W എന്ന് വെച്ചാൽ വെബ്, B എന്ന് വെച്ചാൽ വിഡ്ത്ത്, ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് വെബ്, D എന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, പ്ലസ് 0.45 FCK BF മൈനസ് BW. ഓക്കെ, BF മൈനസ് BW എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് മൈനസ് വെബ്. കാരണം ഈ ഒരു പോർഷൻ എടുക്കുമ്പോഴത്തേക്കും ഓക്കെ, ഈ ഒരു പോർഷൻ ഇത് BW, റൈറ്റ്? സോ ഇത് ടോട്ടൽ BF ആണ്. സോ BF നിന്ന് BW ഈ ഒരു പോർഷൻ നമ്മൾ മൈനസ് ചെയ്യുകയാണ്, എന്നിട്ടാണ് ഈ ഒരു പോർഷൻ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് BF മൈനസ് BW ഇൻറ്റു DF. DF എന്ന് വെച്ചാൽ ഈ ഒരു തിക്നെസ്, DF ഇൻറ്റു D മൈനസ് DF/2. ഓക്കെ, സോ അങ്ങനെയാണ് ഈ സെക്കൻഡ് മൊമെൻറ്റ് വരുന്നത്. ദെൻ ആഡ് ചെയ്യുക, സോ ടോട്ടൽ മൊമെൻറ്റ് കിട്ടും. അഗെയിൻ ഡിസൈനിൽ നമ്മൾ അതായത് AST കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ AST കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ആൻഡ് ദറ്റ് ഈസ് ഫോർ കേസ് 2. അഗെയിൻ കേസ് 3ക്ക് ഓക്കെ, കേസ് 3യിൽ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അതായത് നമ്മൾ ഈ DFന് പകരം DF ഇവിടെ ഈ ഒരു കേസ് 2ൽ DF എന്ന് എവിടെയൊക്കെ എഴുതിയോ അവിടെയെല്ലാം YF എന്ന് എഴുതും. ഓക്കെ, വി ഗോ ഫോർ YF ആൻഡ് YF ഈസ് ഈക്വൽ ടു 0.015 X പ്ലസ് 0.065 DF. ഓക്കെ, ഇതാണ് YFൻ്റെ വാല്യൂ. സോ X എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആൻഡ് DF ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്, ഡെപ്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഓക്കെ, അങ്ങനെ YF കിട്ടി. ഈ DFന് പകരം എല്ലായിടത്തും YF എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് കേസിലും അതുപോലെ ഇവിടെ. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ കോഡിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് Gയിൽ G.2.1, 2.2, 2.3യിൽ. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു ഡിസൈൻ ഓർ അനാലിസിസ്, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അഗെയിൻ നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് അനാലിസിസിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് കേസ് ആണെങ്കിൽ നമ്മൾ സാധാരണ ബീമിൽ എങ്ങനെയായിരുന്നു, റെക്റ്റാങ്കുലർ ബീമിൽ അനാലിസിസ് ചെയ്തത് എങ്ങനെയായിരുന്നു, MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു KFCK BD². ഓക്കെ, അതാണ് എടുക്കുക. അഗെയിൻ കേസ് 2 or 3 ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് KFCK BD² പ്ലസ് 0.45 FCK BF മൈനസ് BW DF D മൈനസ് DF/2. ഓക്കെ, അതായത് ഈ ഒരു ടേം എന്ന് വെച്ചാൽ ദറ്റ് ഈസ് സെയിം, അതായത് റെക്റ്റാങ്കുലറിൻ്റെ സെയിം തന്നെ. ആൻഡ് ദിസ് ഇസ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദി സ്ലാബ്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റിംഗ് മൊമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലിമിറ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഡിസൈൻ മൊമെൻറ്റ്. ഓക്കെ, തന്നിരിക്കുന്ന നമുക്കൊരു മൊമെൻറ്റ് തന്നിട്ടുണ്ടാകും, സോ അതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഡിസൈൻ മൊമെൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ WL²/8, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണെങ്കിൽ WL²/8, ആൻഡ് ഡിസൈൻ മൊമെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇൻറ്റു 1.5. ഓക്കെ, സോ ഈ ഒരു ഡിസൈൻ മൊമെൻറ്റ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അതായത് ആ ബീം സെക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ that should be greater than the design moment. Is it clear? So this is how we analyze a T-beam.